പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് സംഘം എയർ ഇന്ത്യ ജീവനക്കാരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. വിമാനം റാഞ്ചാൻ ശ്രമിച്ചുവെന്ന പൈലറ്റിന്റെ പരാതിയെക്കുറിച്ച് DGCAയും അന്വേഷണം തുടങ്ങി. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ വിമലിന്റെ നേതൃത്വത്തിലാണ് വിമാനം റാഞ്ചാൻ ശ്രമിച്ചുവെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കോക്പിറ്റിലേക്ക് 4 യാത്രക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചുവെന്നും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പൈലറ്റ് രൂപാലി നൽകിയിരുന്ന പരാതി. എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്ന സഹപൈലറ്റ് ഉൾപ്പെടെ 4 പേരെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് എയർ ഇന്ത്യ അധികൃതർക്ക് പൂന്ത്ര CI നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിമാനത്തിൽ 165 യാത്രക്കാരുണ്ടായിരുന്നു. ഇവരുടെ പാസ്പോർട്ടിന്റെ പകർപ്പുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വിമാനത്തിലെ ജീവനക്കാരനായ സുജിത്തിനെ മർദ്ദിച്ചതായും പൈലറ്റിന്റെ പരാതിയിലുണ്ട്. കോക്പിറ്റിലേക്ക് പ്രവേശിച്ചവരെ ജീവനക്കാർ തിരിച്ചറിയുകയാണെങ്കിൽ യാത്രക്കാരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പൈലറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കോക്പിറ്റിലേക്ക് യാത്രക്കാർ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറും സുരക്ഷാ ക്യാമറയുടെ ദൃശ്യങ്ങളും നൽകാൻ പോലീസ് എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവ പരിശോധിച്ച് യാത്രക്കാർ കോക്പിറ്റിലേക്ക് പ്രവേശിച്ചതായി കണ്ടെത്തിയാൽ പുതിയ വകുപ്പുകൾ കുറ്റക്കാർക്കെതിരെ ചുമത്തും. സംഭവവുമായി ബന്ധപ്പെട്ട് DGCA സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ശരത് ശ്രീനിവാസൻ തിരുവനന്തപുരത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിമാനം റാഞ്ചിയതായി സന്ദേശം നൽകിയ പൈലറ്റിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് എയർപോർട്ട് ഡയറക്ടർ DGCAയ്ക്ക് റിപ്പോർട്ട് നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വെച്ച് യാത്ര മുടക്കി. ബഹ്റൈനിൽ നിന്നും കോഴിക്കോട്ട് എത്തേണ്ട വിമാനം കൊച്ചിയിൽ യാത്ര അവസാനിപ്പിച്ചതിനെ തുടർന്ന് യാത്രക്കാർ റൺവേയിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പുതിയ വിമാനത്തിൽ യാത്രക്കാരെ കോഴിക്കോട്ടെത്തിച്ചു. എയർ ഇന്ത്യ അധികൃതർ വളരെ മോശമായാണ് പെരുമാറിയതെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. എയർ ഇന്ത്യ യാത്രക്കാരോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ പ്രവാസി കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസിലേക്ക് മാർച്ച് നടത്തി.